നൈജീരിയയിലെ ദേവാലയത്തിന് നേരെയുണ്ടായ സായുധാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടെന്ന ദാരുണ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രാർത്ഥനയ്ക്കിടെ അതിക്രമിച്ചു കയറിയ ആക്രമികൾ വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. നൈജീരിയയിലെ ക്വാര സംസ്ഥാനത്തെ എറുക്കു നഗരത്തിലെ ക്രൈസ്റ്റ് അപ്പസ്തോലിക് ചർച്ചിലാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം നമുക്ക് ലഭിച്ചിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം പള്ളിയിൽ പ്രാർത്ഥനായോഗം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം നടക്കുന്നത്. തോക്കുധാരികളായ ആക്രമികൾ നടത്തിയ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. അണ്ടറെമി, തുണ്ടെ അസബ, അജയ് എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് പരിക്കേറ്റു. ആരാധനയുടെ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. വെടിയൊച്ച കേട്ട് വിശ്വാസികൾ ചിതറി ഓടുന്നതും അക്രമികൾ സാധനങ്ങൾ കൊള്ളയടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ബാൻഡിറ്റുകൾ എന്നറിയപ്പെടുന്ന സായുധ സംഘമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. പോലീസ് എത്തിയപ്പോഴേക്കും അക്രമികൾ കാട്ടിലേക്ക് രക്ഷപ്പെട്ടു. രാജ്യത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബു ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള യാത്ര വൈകിപ്പിച്ചു. സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ തീരുമാനം. വടക്കൻ നൈജീരിയയിലെ കെബി സംസ്ഥാനത്ത് നിന്ന് സായുധ സംഘം 20-ലധികം സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പള്ളി ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് 900-ലധികം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്.